സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ നമ്മൾ 13ാമത്തെ ദശകം അവസാനിപ്പിച്ചു. ദുഷ്ടനായിരിക്കുന്ന ഹിരണ്യാക്ഷൻ ഭൂമിയെ വെള്ളത്തിൽ താഴ്ത്തി വെച്ചതിനെ ഭഗവാൻ വരാഹസ്വരൂപം സ്വീകരിച്ച് ഉദ്ധരിച്ച് അവനെ എന്നേക്കുമായിട്ട് അങ്ങോട്ട് തീർക്കുക. ഇനി അവൻ്റെ ഉപദ്രവം ഈ അവനിയിലുണ്ടാവാൻ പാടില്ല. ഇനി അതിന് ശേഷമുള്ള സംഗതികളെ വിവരിക്കുകയാണ്. സൃഷ്ടിക്കാൻ സ്വയംഭുവനുവിന് സൗകര്യം ഉണ്ടായി. ഇതുവരേക്ക് ഭൂമിയില്ല, എവിടെ ഇരുന്നിട്ട് അത് ഇട്ടിക്കാന്നാണല്ലോ ചോദിച്ചത്. ആ മനുവിൻ്റെ ചരിതം വർണ്ണിക്കുകയാണ്. 14ാമത്തെ ദശകം. സമനുസ്മൃതതാവതാംഘ്രിയുഗ്മ സമനു പങ്കജസംഭവങ്കജന്മ നിജമന്ദരമന്ദരായ ഹീനം ചരിതം ദേ കഥയൻ സുഖം നിനായ. വസന്തമാലിക എന്ന വൃത്തമാണ്. സമനുസ്മൃതതാവതാംഘ്രിയുഗ്മ, ആ മനു ആകട്ടെ, നേരത്തെ പറഞ്ഞു വെച്ചതായിട്ടുള്ള മനു എന്നർത്ഥം. സ്മൃത താവതാംഗ്രി യുഗ്മ, അതായത് ഈ സുഖം എങ്ങനെയാണ് ഉണ്ടാവുക? ശരിയായിട്ടുള്ള സുഖം കണ്ടെത്താൻ മനുഷ്യന് മാത്രമേ സാധിക്കുള്ളൂ. ശരീരം കൊണ്ടുണ്ടാകുന്ന സുഖമാണ് മറ്റ് ജീവികൾക്ക് അനുഭവിക്കാൻ അറിയുള്ളൂ. അതിലപ്പുറം ഒരു സുഖമുണ്ടെന്ന് അതിന് അറിയില്ല, ഒരു ജീവിക്കും അറിയില്ല. അപ്പോൾ അവരുടെയൊക്കെ സുഖത്തിനെ നമ്മൾ തമോ ഗുണപ്രധാനമായിട്ടുള്ള സുഖം എന്നാണ് പറയാൻ പറ്റുള്ളൂ. മനുഷ്യനാവുമ്പോൾ രജോ ഗുണം ഉണ്ടാവും, തമോ ഗുണം ഉണ്ടാവും, സാത്വികം ഉണ്ടാവും, നിർഗുണം ഉണ്ടാവും. അപ്പോൾ സാത്വികപരമായിട്ടുള്ള സുഖത്തിനെ കണ്ടെത്താനുള്ളൊരു കഴിവ് അതെങ്ങനെ ഉണ്ടാവുക ചോദിച്ചാൽ ഈശ്വരനെ ചിന്തിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഇപ്പം ഉണ്ടായിട്ട് കുറച്ചുണ്ടാവാത്ത സുഖമാണ്, നശിക്കണ സുഖമാണ്. ജീവികൾക്കുണ്ട് എന്നർത്ഥം. മനു ബുദ്ധിമാനാണ്, മനുസ്മൃതി എഴുതിയ ആളാണ്, ശാസ്ത്രജ്ഞനാണ്. നമ്മുടെ എല്ലാം സൃഷ്ടിയുടെ ആദി പിതാവാണ് സ്വയംഭവൻ. അറിവുണ്ട്, അത്യാവശ്യം എല്ലാ അറിവുള്ള ആളാണ്. ഈശ്വരഭക്തിയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? സാത്വികമായിട്ടുള്ള സുഖം അനുഭവിച്ചു. അതിനുള്ള സൗകര്യം കിട്ടിയപ്പോൾ അതെങ്ങനെ ഉണ്ടാവുക? താവതാംഗ്രിയുഗ്മ, അങ്ങയുടെ പാദപത്മത്തെ ചിന്തിക്കുന്നത് കൊണ്ടല്ലാണ്ട് ഗുരുവായൂരപ്പ എവിടുന്ന സുഖം കിട്ടാൻ പോണം? ശാശ്വതമായിട്ടുള്ള സുഖം അതിലല്ലേ ഉള്ളൂ. താവതാംഗ്രിയുഗ്മ, അങ്ങയുടെ 2 കാലുകളെ നല്ലപോലെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് കർമ്മം ചെയ്തു. കേമന്മാരൊക്കെ അങ്ങനെയാണ്. ജനക മഹാരാജാവട്ടെ, ബാക്കിയുള്ളവരാവട്ടെ, ദശരഥ മഹാരാജാവട്ടെ, ഇവർക്കൊക്കെയും അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം അവരെന്നും ചെയ്തിരുന്നു ഈശ്വരോപാസന വഴിപോലെ ചെയ്തിരുന്നു. അത്ര പ്രാധാന്യമാണ് അതിന് കൊടുത്തിരുന്നത് അർത്ഥം. മനുവിൻ്റെ അധികാരമോ കാര്യങ്ങളോ സൃഷ്ടിയൊന്നുമല്ല ഇവിടെ ആദ്യം പറഞ്ഞത്. കണ്ടോ? ഒക്കെ ഇനി പറയാൻ പോണേ ഉള്ളൂ. ആദ്യം പറഞ്ഞത് എന്താണ്? താപതാംഗ്രിയുഗ്മ സമനു പങ്കജസംഭവങ്കജന്മ. ബ്രഹ്മാവിൻ്റെ പുത്രനാണ് പങ്കജസംഭവൻ ബ്രഹ്മാവ്. പങ്കജസംഭവ അംഗജന്മ എന്ന് പറഞ്ഞാൽ പങ്കജസംഭവൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായവൻ. ഒക്കെ വളച്ചു കെട്ടി പറയണോ? ബ്രഹ്മപുത്രൻ എന്ന് പറഞ്ഞാൽ മതി. അതിപ്പോൾ ആ വാക്കിൻ്റെ ഭംഗിക്കും ശ്ലോകത്തിൻ്റെ ഘടന ശരിയാവാനും ഒക്കെ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. പങ്കജ ഹിരണ്യ പൂർവ്വകശിബുക്കിലേക എന്ന് പറഞ്ഞ പോലെ ഹിരണ്യം ചേർന്ന കശിബുവാണ് അത്ര ഹിരണ്യേശുബു. ഹിരണ്യേശുബു എന്ന് പറഞ്ഞാൽ പോരെ. അപ്പം അതുപോലെ ഇവിടെ പറയുന്ന പങ്കജസംഭവ അംഗജന്മ, പങ്കജസംഭവനായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് ജനിച്ചവൻ ബ്രഹ്മാവിൻ്റെ പുത്രൻ. ആ മനു ആവട്ടെ, പങ്കജസംഭവ അംഗജന്മനായിരിക്കുന്ന സ മനു
സ മനു സ്മൃത താവതാംഗ്രിയുഗ്മ, അങ്ങയുടെ പാദപത്മത്തെ വഴി പോലെ വിടാതെ ചിന്തിച്ച് ആനന്ദം നേടി. നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. തൻ്റെ മന്വന്തരം, ഒരു മന്വന്തരം എന്ന് പറഞ്ഞാൽ 71 ചതുർയുഗമാണ്. കൃതം ത്രേതാ ദ്വാപരം കലി ഇൻറ്റു 71. അപ്പം എത്ര വർഷം ഉണ്ടാവും എന്നറിയോ? കണക്കാക്കിയാൽ കിട്ടും. കൃതം ത്രേതാ ദ്വാപരം കലി ഇൻറ്റു 71, അത്രയും ചതുരുകയാണ് ഒരു മനുവിൻ്റെ കാലം. നിജമന്തരം എന്ന് പറയുന്നത് അവിടെ തൻ്റെ കാലം എന്നർത്ഥം. ത്രേതൻ്റെ കാലം 71 ചതുരുകയാണ് ഒരു മന്വന്തരത്തിൻ്റെ കാലം, ഒരു മനുവിൻ്റെ കാലം. അങ്ങനെ 14 മനുക്കളുടെ മന്വന്തര കഥയാണ് ഭാഗവതത്തിൽ പറയണത്. 14 മനുക്കളുണ്ട്. ശൈവയസ്തുത മന്വന്തരം, സാവർണിക മന്വന്തരം, ദക്ഷസാവർണി, ഇന്ദ്രസാവർണി. ഇവിടെ സ്വയംഭൂവനുമാണ് ആദ്യത്തെ മന്വന്തര, സ്വയംഭൂവനു. അദ്ദേഹം തൻ്റെ അന്തരം, നിജമന്തരം, തൻ്റെ കാലഘട്ടം 71 ചതുർയുഗം എങ്ങനെ കഴിച്ചുകൂട്ടി? അന്തരായഹീനം, യാതൊരു വിഷമവും ദുഃഖമോ പ്രതിസന്ധിയോ ഇല്ലാതെ. അന്തരായഹീനം എന്ന് പറഞ്ഞാൽ വിഷമങ്ങളോ പ്രതിസന്ധികളോ ദുഃഖങ്ങളോ ഇല്ലാതെ സുഖം നിനായ, സസുഖം കഴിച്ചു കൂട്ടി. കാരണം ആദ്യം തന്നെ പറഞ്ഞത് താവതാംഗ്രിയുഗ്മ, അങ്ങയുടെ പാദപത്മത്തെ സ്മൃത, സ്മരിച്ചിട്ട്. അത് മാത്രമല്ല, തേ ചരിതം കഥയൻ, സൗകര്യം കിട്ടുമ്പോഴൊക്കെ അങ്ങയുടെ കഥകൾ, ഭാഗവതത്തിൽ പറഞ്ഞ കഥകളോ ഈശ്വര കഥകളോ തൻ്റെ സൃഷ്ടിയാദി വ്യാപാരങ്ങൾ, അങ്ങനെ ഈശ്വര കഥകളെ പറയും. ഒരു ഭാഗ്യമാണ് പറയാനൊരവസരം കിട്ടുക, കേൾക്കാനൊരവസരം കിട്ടുക. എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല, ഉണ്ടോ? അപ്പോൾ അത് പറയാനുള്ള അവസരം കിട്ടുക, കേൾക്കണം എന്ന് തോന്നുക. എത്രയോ ആൾക്കാർ ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് പോയി. ഞാൻ പ്രതികരിക്കാറില്ല, പോണവർ പോട്ടെ, അവർക്ക് അതിൻ്റെ ഭാഗ്യമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു വിഷമമില്ല, ആര് കുറഞ്ഞാലും ഗ്രൂപ്പ് ക്ലോസ് ചെയ്താലും ഇവിടെ കഥകൾ പറയേണ്ട കഥകൾ പറയും. ഇവർ ഗ്രൂപ്പില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പം നമുക്ക് ഭാഗവതം നാരായണീയമൊക്കെ നമ്മുടെ ആത്മാവാണ്, അത് ഉപേക്ഷിക്കാൻ പറ്റും. ആത്മാവിനെ ഉപേക്ഷിച്ചിട്ട് ആർക്കേലും നിൽക്കാൻ പറ്റും. അപ്പം അതിന് ഭാഗ്യം വേണം. അതിൽ കൂടെ ആണെങ്കിലും ഭാഗ്യമുള്ളവർക്കാണ് നാ കുറച്ച് അങ്ങനെ ആയിക്കളാം എന്ന് തോന്നുള്ളൂ, അല്ലാത്തവർക്ക് തോന്നില്ല. അപ്പോൾ ഇവിടെ മനു ഭാഗ്യവാനായതുകൊണ്ട് തേ ചരിതം കഥയൻ, സൗകര്യം കിട്ടുമ്പോഴൊക്കെ അങ്ങയുടെ കഥകൾ കേൾക്കുക, അത് പറയുക, അങ്ങനെ സുഖം നിനായ. താമതാംഗ്രിയുഗ്മ സ്മൃത, അങ്ങയുടെ 2 കാലുകളെ സ്മരിച്ച് തേ ചരിതം കഥയൻ, അങ്ങയുടെ കഥകൾ പറഞ്ഞ് അങ്ങനെ. ഏകവിംശതിയും ഭാഗവതത്തിലും ഇത് പറയുന്നുണ്ട്. ശൃണ്വതോ ധ്യായതോ വിഷ്ണു, ശൃണ്വതോ കേട്ടിട്ട്, ധ്യായതോ ധ്യാനിച്ചിട്ട്, യുഗാനാം ഏകവിംശതിയും, അത്രയും യുഗങ്ങൾ 71 ചതുർയുഗങ്ങൾ ഒരു നിമിഷം പോലെ ചിലവാക്കി. അതാണ് ഈശ്വരകഥകളുടെ പ്രത്യേകത. സമയം പോകുന്നത് അറിയില്ല. ചില ദിവസമൊക്കെ മടി തോന്നും അല്ലേ? മടിയൊക്കെ തോന്നിയാലും തുടങ്ങിയൊക്കെ പോയി. എവിടേക്കാണ് മടി പോകണം അറിയില്ല. തുടങ്ങാനേ മടിയുള്ളൂ. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സമയവും അറിയില്ല, ദേഹക്ലേശം അറിയില്ല, നമ്മുടെ പ്രാരബ്ധവും അറിയില്ല. അത് ഈ ഈശ്വരകഥയ്ക്കുള്ളൊരു പ്രത്യേകതയാണ്. വേറെ ഒന്നിനും ആ പ്രത്യേകത ഇല്ല. ഒന്നിനെ ചിന്തിക്കാതെ ലോകകാര്യങ്ങളിൽ നിന്ന് വിട്ടിട്ട് വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ചിന്ത മനസ്സിൽ വരും, ഉറപ്പാக വരും. ഏതിലാണ് നമ്മുടെ ഇതുള്ളത് വെച്ചാൽ ആ ഒരു വിഷയം നമ്മുടെ മനസ്സിൽ ചിന്ത വരും. ഏതിനാ പ്രസക്തി വെച്ചാൽ അത്, കുട്ടിക്ക് തുകയില്ലാത്ത വെച്ചാൽ അങ്ങനെ, ഭാര്യയ്ക്ക് തുകയില്ല വെച്ചാൽ അങ്ങനെ, കാശ് കയ്യിലില്ല വെച്ചാൽ അത്, ഏതിലാണ് നമ്മൾ വിഷമിക്കണമെന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ കൂടെ നമ്മുടെ മനസ്സിൽ വരും, ഉറപ്പത്. പക്ഷേ ഈശ്വര കഥകൾ പറയുമ്പോൾ മാത്രം അതിന് മനസ്സിൽ സ്ഥാനമില്ല. അത് എവിടേക്കാണ് പോണത് വെച്ചാൽ ഈശ്വരകഥ അത് അതിൻ്റെ പ്രത്യേകതയാണ്. അത് മറ്റുള്ളതിനെല്ലാം മനസ്സിൽ നിന്ന് ആട്ടി ഓടിക്കും. ശുഭം മാത്രം മനസ്സിൽ നിർത്തുക. അതുകൊണ്ട് ചരിതം തേ കഥയൻ സുഖം നിനായ. ശൃണ്വതോ ഗായതോ വിഷ്ണു,
അതുകൊണ്ട് യുഗാനാം ഏകസപ്തതിം 71 ചതുർയുഗ കാലം നിമിഷം പോലെ ചിലവാക്കി എന്ന് പറയണം. തറ വേഗാത്രേ കാലം പോയത്. അതായത് ഈ നൈമിശാരണ്യ ക്ഷേത്രത്തിലടക്കം സമയം എന്ന് പറയുന്ന സംഗതി വർക്കൗട്ടില്ല എന്നാണ്. സമയം എന്ന് പറഞ്ഞ സംഭവം അവിടെ ഇല്ല. അവൻ മനസ്സിന് ഏറ്റവും സുഖം കിട്ടാൻ ഈ ക്ലോക്ക് എന്ന് പറയുന്ന സാധനം ഇല്ല വെച്ചാൽ കുറേ ഭേദമുണ്ടെന്നാണ്. ഇതിങ്ങനെ നോക്കി 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 ഒരു പണിയില്ല വെച്ചാൽ ഏറെ അധികം ഇടയ്ക്ക് നോക്കും നമ്മൾ. പണിയുണ്ടെങ്കിൽ പിന്നെയും പോട്ടെ. ഇതിങ്ങനെ നോക്കുക, 1:05 നോക്കുക, 1:10 നോക്കുക, 1:15 നോക്കുക, 1:30 നോക്കുക. അങ്ങനെ സമയം നോക്കി ഒരു സുഖവും നമുക്കുണ്ടാവില്ല, നേരം പോവില്ല. നേരെ മറിച്ച് എന്തിലെങ്കിലും ഏർപ്പെട്ട് നോക്കുക, ഒരു കാര്യാദികളിൽ ഏർപ്പെട്ട് ഈ ക്ലോക്കിനെ വിസ്മരിച്ച് നോക്കുക. അത് സൈക്കോളജിക്കൽ സത്വമാണ് കേട്ടോ, അത് പുരാണവും ശാസ്ത്രമൊന്നുമല്ല, സൈക്കോളജിസ്റ്റ് പറയണതാണ്. സമയം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് നമ്മളൊന്നാവും മാറി നിൽക്കുക. വാച്ച് കെട്ടാണ്ടിരിക്കുക, ക്ലോക്ക് നോക്കണേ, വേണ്ടപ്പോൾ നോക്കണ്ടെന്നല്ല, ആവശ്യമില്ലാതെ സമയത്തിനെ പറയാണ്ടിരുന്ന് നോക്കൂ. നമുക്കൊരു ദിവസം ചെറുതായിട്ട് തോന്നും. സപ്താഹം 7 ദിവസം ശരിക്കും കേട്ടവർക്ക് അത് ആസ്വദിച്ചവർക്കറിയാം. 7 ദിവസത്തിൻ്റെ ദൈർഘ്യം അല്പം പോലും നമുക്ക് അനുഭവപ്പെടില്ല, അല്പം പോലും. 7 ദിവസം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത ബലം ഒക്കെ ഉണ്ട് തോന്നും, നന്നായിട്ടൊക്കെ ഉണ്ട് പോവാച്ചാൽ. അപ്പോൾ അതിൽ ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ വരാം. ആളില്ലാണ്ടിരിക്കുക, വിചാരിച്ച പോലെ അല്ലാണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ അഭിപ്രായത്തിൽ അങ്ങനെ പറ്റില്ല. യാതൊരു വിധ പ്രശ്നവും ഇല്ലാണ്ട് ആളുകളൊക്കെ ഉണ്ടാവുക, വിചാരിച്ച പോലെയൊക്കെ നന്നായിട്ട് നടക്കുക, വക്താവിന് ആ ശാരീരിക അസുഖങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുക, അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുക, സുഖമായിട്ട് കഴിഞ്ഞാൽ എന്തിപ്പോൾ 7 ദിവസം ഉണ്ടായി, എത്രയോ തോന്നിയിട്ടുണ്ട്, എന്തിപ്പോൾ 7 ദിവസം എങ്ങനെ പോയി അറിയില്ല. അവർ ചോദിച്ചിട്ട് എന്തിപ്പോൾ 7 ദിവസം നിങ്ങൾ കാണിച്ചതെന്ന്. എന്തേ കാണിച്ച് ഭഗവാന്റെ കഥ പറഞ്ഞു, അത്ര തന്നെ ഉള്ളൂ. അതൊരു വലിയൊരു സൈക്കോളജിക്കൽ തത്വമാണ്. സമയം വർക്കൗട്ട് ആവില്ല, സമയം എന്നൊരു സംഗതി ഇല്ല. ഈശ്വര കഥകൾ പറയുന്നവർക്ക് സമയമില്ല, നൈമിശാരണ്യത്തിൽ സമയം എന്നൊന്നില്ല. അപ്പം അത് സുഖത്തിനുള്ളൊരു ഫാക്ടറാണ് ടൈമിനെ കുറിച്ച് ബോധർ ചെയ്യാതിരിക്കുക എന്നുള്ളത്. സമയം, സ്ഥലം, ബന്ധം, ഈ 3 അത്രേ നമുക്ക് കൂടുതൽ മനസ്സിന് പരിഭ്രമവും ദുഃഖം ഉണ്ടാക്കണം. അയ്യോ എനിക്ക് വീട്ടിലെത്തണം, എത്ര കിലോമീറ്റർ താണ്ടണം അവിടെ എത്തണം വെച്ചാൽ ഇത് നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും ദൂരത്തേക്ക് പോകും തോറും. ശരിയല്ലേ? ദൂരം. പിന്നെ ബന്ധങ്ങൾ, അയ്യോ എൻ്റെ കുട്ടികളെ ഭാര്യ അവിടെയാണ്, ഞാൻ അവിടെ എത്തണവരെ അവർക്ക് വല്ല പ്രശ്നം ഉണ്ടാവുമോ, ഇതൊരു ചിന്ത വരും. അപ്പോൾ ബന്ധം, സമയം, സ്ഥലം, ഈ 3 നമ്മളെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന ഘടകങ്ങളാണെന്ന് സൈക്കാട്രിസ്റ്റ് പറയണു. അപ്പം ഇതിനെ 3 അതിജീവിക്കാൻ പറ്റും ഈശ്വരകഥകളെ കൊണ്ട്. അതാണ് സൈക്കോളജിയും കൂടി ഉണ്ട് ഇതിൽ. അവിടെ ചരിതം ദേ കഥയൻ സുഖം നിനായ, അങ്ങയുടെ കഥകളൊക്കെ ധാരാളം പറയുക, കേൾക്കുക, ചെയ്തത് കൊണ്ട് ആ സ്വയംഭൂമനു 71 ചതുർയുഗം സുഖമായിട്ട് കഴിച്ചു കൂട്ടി. എത്ര കാലം ഉണ്ട് ആലോചിച്ച് നോക്കൂ. ഇടയ്ക്ക് 1 മണിക്കൂറും കൂടി പോവില്ല, നമുക്ക് വണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അയ്യോ നേരം കാലമായിട്ടുള്ളൂ, 2 മണിക്ക് അനൗൺസ് ചെയ്തിരിക്കണം. ഈശ്വരാ നീ 3/4 മണിക്കൂർ ഇരിക്കണ്ടേ, 3/4 മണിക്കൂറി. ഇവിടെ 71 ചതുരയുഗം എങ്ങനെ ചിലവായി നോക്കൂ, അതിലും മീതൊക്കെ ഉണ്ടോ 3/4. അപ്പോൾ ടൈം എന്ന ഘടകം പലപ്പോഴും നമുക്ക് ഒരു പ്രശ്നമാകുന്നു. അതില്ലാണ്ടേക്കാൻ ഈശ്വരകഥയാണ് കാലം കഴിച്ചു കൂട്ടാൻ ഏറ്റവും നല്ലത്. ആ സമയത്ത് കർദമൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായി എന്നും ആ കർദമൻ ദേവഹൂതിയെ വിവാഹം കഴിച്ചു. അദ്ദേഹം ഇതുപോലൊരു ഭക്തനായിരുന്നു. ഈ സ്വയംഭവനുവിൻ്റെ മകളെ കർദമ പ്രജാപതി വിവാഹം കഴിച്ച കഥ, ആ വിവാഹ ചരിത്രമാണ് അടുത്തത് പറയാൻ പോണത്. സമനുസ്മൃത താവത അംഘ്രിയുഗ്മ സമനു പങ്കജസംഭവ അംഗജന്മൻ ബ്രഹ്മാവിൻ്റെ പുത്രൻ. നിജമന്തരമന്തരായ ഹീനം, തൻ്റെ കാലഘട്ടം യാതൊരു വിഷമവും കൂടാതെ അന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ, ശിരകഥയും കേട്ടും പറഞ്ഞിട്ടങ്ങനെ അല്ലലില്ലാതെ 71 ചതുരയുഗം
കഴിച്ചുകൂട്ടി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.